ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ സിമ്പിളായിട്ട് നമുക്ക് അവിയൽ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് വെജിറ്റബിൾസ് വെച്ചാണ് കേട്ടോ അവിയൽ ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കത്തിരി എടുത്തിട്ടുണ്ട്, കായും നമ്മൾ പച്ചക്കറിക്കായിട്ട് അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് വെജിറ്റബിൾസ് വെച്ച് ടേസ്റ്റി ആയിട്ടാണ് അവിയൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എടുത്ത് കട്ട് ചെയ്യുക, അതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക. കാരണം പെട്ടെന്ന് തന്നെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വരും. അതുകൊണ്ട് നമ്മൾ കുക്കാവാനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് അര ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കട്ടെ. വെളിച്ചെണ്ണ ഇല്ല എങ്കിൽ ചേർക്കരുത്, വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ചേർക്കുക. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് മാറ്റാം കേട്ടോ. ഞാൻ ഇവിടെ കറിച്ചട്ടിയിലാണ് വെക്കുന്നത്. കുക്കറിൽ വെക്കുന്നവരുമുണ്ട്. കുക്കറിൽ വെച്ചാലുള്ള പ്രശ്നം 2 വിസിലൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് വെന്തുടഞ്ഞു പോകും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് അങ്ങ് നഷ്ടമാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുക്കറിൽ ഈസി ആയിട്ട് ഒരുപാട് സമയം എടുക്കാതെ വയ്ക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും അതിലേക്ക് മുരിങ്ങക്കായും ചേർക്കുന്നുണ്ട്. മുരിങ്ങക്കയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഇതിൽ, അതുകൊണ്ടാണ് മുരിങ്ങക്കയും കൂടി ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഈ പച്ചക്കറിയെല്ലാം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കണം. അതായത് നമ്മുടെ തേങ്ങ യൂസ് ചെയ്ത് നമ്മൾ അരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ ആവശ്യത്തിന് തേങ്ങ എടുക്കുക, ചെറിയ ജീരകം, ഞാൻ ഇവിടെ ഒരു പച്ചമുളകാണ് എടുത്തത്, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം, ഒന്ന് ഗ്രൈൻഡായിട്ട് കിട്ടാൻ വേണ്ടി മാത്രം. ഒരുപാട് അരച്ചെടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കില്ല, ആ ഒരു ഇത് മതി. അതാണ് അവിയലിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അരപ്പ് ഒരുപാട് അരഞ്ഞു പോകാണ്ട് കിട്ടണം. അപ്പോൾ ഇതുപോലെ എടുത്ത് നമുക്കിനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് അതിൽ ആവി കയറി അരപ്പൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി, ഇനി ഉപ്പ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം, വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. അവിയൽ വെന്ത് കഴിഞ്ഞ് ശകലം വെളിച്ചെണ്ണയും കൂടി ചേർക്കുമ്പോഴേ നല്ല മണമാണ് കേട്ടോ. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണേ.